നമസ്കാരം. എൻ്റെ പഞ്ചായത്ത് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പഞ്ചായത്ത് യൂട്യൂബ് ചാനലിൽ നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യുന്നത് സർക്കാർ ഉത്തരവുകളും സർക്കുലറുകളും എന്ന പങ്ക്തിയാണ്. സർക്കാർ ഉത്തരവുകളും സർക്കുലറുകളും. കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എല്ലാ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർക്കും അയച്ച ഒരു കത്താണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എല്ലാ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരോടും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 300 രൂപ ഞങ്ങളെ പെൻഷനിൽ കുറവുണ്ടല്ലോ എന്നുള്ളത്. കാര്യം അവർക്കറിയാം. എങ്കിൽ പോലും അവർ നമ്മൾ ആശങ്ക പങ്കുവെക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. NSAP ഗുണഭോക്താക്കളായിട്ടുള്ള, അതായത് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്കാണ് അങ്ങനെ ആ 300 രൂപ കുറവ് വരുന്നത്. അതായത് ഇന്ദിരാഗാന്ധി വികലാംഗ പെൻഷൻ, ഇന്ദിരാഗാന്ധി വിധവാ പെൻഷൻ, ഇന്ദിരാഗാന്ധി വാർദ്ധക്യ പെൻഷൻ, ഈ 3 പെൻഷനുകൾ വരുന്നവരാണ് NSAP വിഭാഗത്തിൽപ്പെടുന്നത്. അവർക്ക് കിട്ടേണ്ട 300 രൂപ കേന്ദ്ര വിഹിതമാണ്. അതൊന്നായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട വന്നിട്ടുള്ള ഒരു കത്ത് ആണ് ഇന്നിവിടെ നമ്മൾ കാണിക്കുന്നതും വായിക്കുന്നതും. NSAP ഗുണഭോക്താവ് എന്ന സേവന സോഫ്റ്റ്വെയർ രേഖപ്പെടുത്തിയിട്ടുള്ള ഡയറക്റ്റ് ടു ഹോം രീതിയിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവരിൽ കിടപ്പ് രോഗികളെ ഒഴിവാക്കുന്നതിനായി തദ്ദേശ സ്ഥാപന തലത്തിൽ അന്വേഷണം നടത്തി മേൽ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് എല്ലാ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരും ജില്ലാ ജോയിൻറ്റ് ഡയറക്ടർമാർക്ക് നൽകേണ്ടതാണ്. 2024 ജനുവരി മാസത്തെ പെൻഷൻ വിതരണത്തിൽ പ്രാദേശിക തലത്തിൽ ആശങ്ക സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ പ്രസ്തുത വിവരം ഭരണസമിതി അംഗങ്ങളെ അറിയിക്കേണ്ടതും സേവന പെൻഷൻ സോഫ്റ്റ്വെയർ പരിശോധിച്ച് ഗുണഭോക്താക്കളെ ധരിപ്പിക്കേണ്ടതുമാണെന്ന് നമ്മുടെ ഈ കത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എൻ്റെ വാർഡ് എൻ്റെ നാട്. ഇത്തവണ എൻ്റെ വാർഡ് എൻ്റെ നാടിലെ പാലക്കാട് ജില്ലയിലെ പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിലെ 16ാം വാർഡ് മെമ്പറായിട്ടുള്ള ഫഫാസ് KTയും 17ാം വാർഡ് മെമ്പറായിട്ടുള്ള ഹരീഷ് കോക്കാടും സംയുക്തമായി അവരുടെ പൊതു അങ്ങാടിയായിട്ടുള്ള പടിഞ്ഞാറ് അങ്ങാടിയിൽ 2023-24 വാർഷിക പദ്ധതിയിലെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ചേർന്ന് നടത്തിയിട്ടുള്ള വാട്ടർ ATM കാണാം. പ്രിയപ്പെട്ടവരെ, പടിഞ്ഞാറങ്ങാടിയിൽ ഒരു പുതിയ പദ്ധതി കൂടി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിലെ 2023-24 വാർഷിക പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് 5 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് വാട്ടർ ATM പദ്ധതി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ പ്രിയപ്പെട്ട ഹരീഷ് പറയും. ഈ വാട്ടർ ATM കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ലിറ്റർ തണുത്തതോ അല്ലാത്തതോ വെള്ളം ലഭിക്കും. ഇത് തികച്ചും ശുദ്ധീകരിച്ച വെള്ളമാണ് ഈ വാട്ടർ ATM വഴി നമ്മൾ വിതരണം ചെയ്യുന്നത്. നമ്മൾ ആദ്യം ATMന്റെ മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള കോയിനിലെ ഹോളിലേക്ക് പൈസ ഇടുക. അതിനുശേഷം നമുക്ക് തണുത്ത വെള്ളമാണ് വേണ്ടതെങ്കിൽ ടാപ്പ് 1, അതുപോലെ തണുക്കാത്ത വെള്ളമാണ് വേണ്ടതെങ്കിൽ ടാപ്പ് 2 അമർത്തുക. അപ്പോൾ നമ്മൾ തണുത്ത വെള്ളമാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ടാപ്പ് 1 പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ വെള്ളം വരുന്നതായിട്ട് നമുക്ക് കാണാം. 1 ലിറ്റർ വെള്ളമാണ് ലഭിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താനെ സ്റ്റോപ്പ് ആയിക്കോളും. അടുത്തതായിട്ട് ഈ പ്രാവശ്യത്തെ ഭരത് ഗോപി അവാർഡിന് അർഹനായിട്ടുള്ള ഭരത് സലീം കുമാർ കഴിഞ്ഞ ദിവസം പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് മുണ്ടക്കര സ്കൂളിൻ്റെ വിശാലമായ ലൈബ്രറി ഉദ്ഘാടനത്തിന് എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ചടങ്ങിലെ മുഖ്യ പ്രഭാഷകനായിട്ടുള്ളത് കവിയും പ്രഭാഷകനുമായിട്ടുള്ള ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ കവിത ചൊല്ലി തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ പ്രസംഗവും കാണാം.
ബാലുശ്ശേരി ഒരു 30 വർഷം മുമ്പ് ആണ് ഞാൻ ആദ്യമായിട്ട് ബാലുശ്ശേരിയിലേക്ക് വരുന്നത്. പിന്നീട് ഇന്ന് 30 വർഷത്തിന് ശേഷം 25 വർഷമായിട്ട് പ്രായത്തിൽ അപ്പോൾ ബാലുശ്ശേരിയിൽ ആളുകളെ ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചത്, ഈ പുണ്യകർമ്മം ചെയ്യാൻ സാധിച്ചത് അവസരം തന്നതിന് ഞാൻ പാട്ട് പാടാൻ തുടങ്ങി എല്ലാ സ്റ്റേജിലും. മഹാബോറാണ് ഈ ഒച്ച വെച്ച് പാടിയ, എന്താണ് അവിടത്തെ ഒച്ച എന്തായാലും മഹാബോറാണ്. അപ്പൊ ആളുകളോട് ആരും പറഞ്ഞില്ല ഈ പാട്ട് മോശമാണ്, കൊള്ളാന്ന് പറഞ്ഞു. ഞാൻ നന്നായിട്ട് പാടുന്നു എന്നാണ് വിചാരം. പിന്നെ വർഷങ്ങൾക്ക് ശേഷം എന്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ ടീച്ചറാണ് പറഞ്ഞത്, മോനെ നിന്റെ പാട്ട് കൊള്ളു നിർത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ടീച്ചറോട് ഭയങ്കര വിഷമം തരുന്നു. എൻ്റെ പഞ്ചായത്ത് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന വ്യത്യസ്തവും ജനോപകാരവുമായ പദ്ധതികൾ, പരിപാടികൾ, പ്രിയ ജനപ്രതിനിധികളെ, സാമൂഹ്യ പ്രവർത്തകരെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് അയച്ചു തരാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. വീണ്ടും എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും ബായ്.